അമേരിക്കൻ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇപ്പോൾ കുവൈത്തിൽ ഡീസാലിനേഷൻ പ്ലാന്റിന് നേരെ ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഡീസാലിനേഷൻ പ്ലാന്റിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് മറ്റൊരു പ്ലാന്റിന് നേരെയും പവർ പ്ലാന്റിന് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഡാമേജ് എത്രമാത്രം ഉണ്ട് എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയത്ത് വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ പ്ലാന്റിൽ ഉണ്ടായി എന്നാണ് കുവൈത്ത് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇറാൻ ടാർഗറ്റഡ് ആൻഡ് അതർ വാട്ടർ ഡീസാലിനേഷൻ ഫാക്ടറി ആൻഡ് പവർ പ്ലാന്റ് ഇൻ ദി മോർണിംഗ്. ഇന്ന് രാവിലെ അത്തരത്തിലുള്ള ഒരു ആക്രമണം അമേരിക്ക നടത്തിയിട്ടുണ്ട്. അതേസമയം അതിൽ എത്രമാത്രം വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ പ്ലാന്റിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ പോലും ഇപ്പോൾ കുവൈത്തിന് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കുവൈത്ത് ടെറിറ്ററിയിൽ നിന്നാണ്. മാത്രമല്ല കുവൈത്ത് അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാനുള്ള സഹായങ്ങൾ നൽകുന്നു, അവരുടെ മേഖലകൾ ഉപയോഗിക്കുന്നു, വ്യോമ മേഖലയും ഗ്രൗണ്ടും ഉപയോഗിക്കുന്നു, മാത്രമല്ല അവരുടെ താവളങ്ങൾ ഉപയോഗിക്കുന്നു. അതിന് ശക്തമായ പിന്തുണ കുവൈത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഒരുപക്ഷെ ആ പിന്തുണ നിർബന്ധിതമായ ഒരു ഘട്ടത്തിലുള്ള പിന്തുണയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അമേരിക്കക്ക് മുന്നിൽ നോ എന്ന് പറയാനുള്ള കപ്പാസിറ്റി ഒന്നും കുവൈത്തിനില്ല എന്ന കാര്യം വ്യക്തമാണ്. മാത്രമല്ല ഇറാഖിലെ സദ്ദാം ഹുസൈൻ കുവൈത്ത് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്ന ഘട്ടത്തിൽ അമേരിക്കയും അമേരിക്കൻ ചില സഖ്യകക്ഷികളുമെല്ലാം ചേർന്നുകൊണ്ടാണ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ മറ്റു രാഷ്ട്രങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ കുവൈത്തിന് പൂർണ്ണമായും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ബാധ്യത ഒരുപക്ഷെ കുവൈത്തിന് അമേരിക്കയുമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ അമേരിക്കക്ക് പൂർണ്ണമായ രൂപത്തിലുള്ള സഹായങ്ങൾ ഇറാനെ ആക്രമിക്കാൻ കുവൈത്ത് നൽകുന്നു. ഇതിനുള്ള തിരിച്ചടിയാണ്, പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ കുവൈത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രതിസന്ധിയാണ് ഈ ആക്രമണങ്ങളിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഇറാനിലാണെങ്കിലും GCC രാഷ്ട്രങ്ങളിലൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം കൂടുതൽ ശക്തമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് അവസാനിച്ചിട്ടില്ല എങ്കിൽ കുവൈത്ത് അതുപോലെ ബഹ്റൈൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമെന്നതിൽ സംശയമില്ല.